നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി പിള്ളൈ, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, തൃക്കാക്കര മുനിസിപ്പൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. ദീർഘകാലമായി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികൾക്ക് വളരെ പ്രയോജനകരമായ ഒരു കോംപ്രിഹെൻസീവ് ഇൻ്റർവെൻഷണൽ പ്രോഗ്രാമാണ് പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് എക്സസൈസ് ഓറിയൻറ്റഡ് ആയ ഫുള്ളി സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു സമ്പൂർണ്ണമായ ചികിത്സാ രീതിയാണിത്. ഇതിൽ പ്രധാനമായി നേതൃത്വം കൊടുക്കുന്നത് ഒരു പൾമനോളജിസ്റ്റ് ആയാലും ഇതൊരു എക്സസൈസ് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആയതിനാൽ തന്നെ ഇതിലൊരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ രോഗിക്ക് ന്യൂട്രീഷൻ സംബന്ധമായ വിവരങ്ങൾ നൽകാനായിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റ്, അതുപോലെ തന്നെ രോഗിക്ക് മാനസികമായി ഉത്തേജനം നൽകാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ മരുന്നുകളുടെ വിവരങ്ങൾ എല്ലാം നൽകാനായിട്ട് ഒരു നഴ്സ് തുടങ്ങിയ എല്ലാ വ്യക്തികളും ഇതിൽ ഒരു പ്രധാന പങ്ക് എടുക്കുന്നു. ഇനി നമുക്ക് പറയാം, ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ആവശ്യം വരുന്ന രോഗികൾ ആരൊക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് ലങ് ഡിസീസ്, അതായത് ദീർഘകാലമായിട്ട് ശ്വാസകോശ രോഗങ്ങൾ അനുഭവപ്പെടുന്ന രോഗികൾ, അത് പുകവലി കാരണം ഉണ്ടാകുന്ന COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് എന്ന് പറയുന്ന അസുഖമായിരിക്കാം. അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ്, അതുപോലെ തന്നെ സാർക്കോയിഡോസിസ്, അതുപോലെ തന്നെ മസ്കുലർ ഡിസോർഡേഴ്സ്, പോളിയോമൈലൈറ്റിസ്, അതുപോലെ തന്നെ ലങ് സർജറി കഴിഞ്ഞ രോഗികൾ, അതുപോലെ തന്നെ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ രോഗികൾ, ഇതുപോലെ പല അസുഖങ്ങളും ഉള്ള രോഗികൾക്ക് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിൽ എന്തിനാണ് നാം ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നടത്തുന്നത്? നമുക്കറിയാം, ഈ ക്രോണിക് ലങ് ഡിസീസ് ഉള്ള രോഗികൾ, അത് ദീർഘകാലമായി ശ്വാസമുട്ടും ക്ഷീണവും അനുഭവിക്കുന്ന ഈ രോഗികൾക്ക് മസിൽ ഡീകണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതായത് ഇവരുടെ മാംസപേശികൾക്ക് വീക്കം സംഭവിക്കുന്നു. അതുവഴി ഇവരുടെ മസിൽസിന് ഡീകണ്ടീഷനിങ് സംഭവിക്കുകയും അതുവഴി ക്ഷീണവും എല്ലാം കൂടുകയും ചെയ്യുന്നു. അതുവഴി ഇവർ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ രോഗികൾ പോകുന്നു. അപ്പം ഈ ഒരു അവസ്ഥയെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം പ്രധാനമായി ചെയ്യുന്നത്. ഇനി എന്താണ് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം? ഇത് ഏകദേശം 6 സെഷൻസ് ആയിട്ടാണ് ഈ പ്രോഗ്രാം. ഏകദേശം ആഴ്ചയിലെ 2 ദിവസം ഉൾപ്പെടുത്തിക്കൊണ്ട് 6 സെഷൻസ് ആണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായി ചെയ്യുന്നത് എക്സസൈസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ രോഗിയെ നാം അസസ് ചെയ്യേണ്ടതാണ്. അതായത് രോഗിക്ക് ബേസ് ലൈൻ ആയിട്ട് രോഗിയുടെ ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, BP, രോഗിയുടെ ഓക്സിജനിലെ ലെവൽ, അതുപോലെ തന്നെ രോഗിയുടെ ഫറ്റീഗ് ലെവൽ, ക്ഷീണത്തിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, രോഗിയുടെ ശ്വാസമുട്ടിൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ രോഗിയുടെ ലങ്ങിൻ്റെ കപ്പാസിറ്റി അറിയാനായിട്ട് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഈ രോഗി പൾമണറി റീഹാബിലിറ്റേഷന് ഫിറ്റ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഇതിനുശേഷം ആണ് രോഗിക്ക് എക്സസൈസ് ട്രെയിനിങ് പ്രോഗ്രാംസ് നൽകുന്നത്. ഈ എക്സസൈസ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പ്രധാനമായി വാമപ്പ്, അതിനുശേഷം എക്സസൈസ് ട്രെയിനിങ്, അതിനുശേഷം റിലാക്സേഷൻ ടെക്നിക്സ്, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ എക്സസൈസുകളിൽ പ്രധാനമായി ബ്രീത്തിങ് ടെക്നിക്സിൽ പ്രധാനമായി യോഗ, പ്രാണായാമ, അതുപോലെ തന്നെ COPD ഉള്ള രോഗികൾക്കാണെങ്കിൽ പേഴ്സ്ഡ് ലിപ് ബ്രീതിങ്, ഡയഫ്രമാറ്റിക് ബ്രീതിങ് തുടങ്ങിയ എക്സസൈസുകളാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുവഴി നമുക്ക് രോഗിക്ക് ഒരു റെസ്പിറേറ്ററി മസിൽ ട്രെയിനിങ്, അതായത് രോഗിയുടെ ശ്വസന പേശികൾക്ക് ട്രെയിനിങ് നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്ന വേറെ ഒരു ട്രെയിനിങ് ആണ് പെരിഫറൽ മസിൽ ട്രെയിനിങ്, അതായത് രോഗിയുടെ കൈകാലുകളുടെ മാംസപേശികളുടെ സ്ട്രെങ്തനിങ് എക്സസൈസസും നൽകുന്നതാണ്. ഇതിൽ പ്രധാനമായി എയറോബിക് എക്സസൈസുകൾ, അതുപോലെ തന്നെ ഡംബൽ, സ്ക്വാറ്റിംഗ്, പുഷപ്സ് തുടങ്ങിയ ട്രെയിനിങ് ആണ് രോഗിക്ക് നൽകുന്നത്. അതിനുശേഷം ഒരു റിലാക്സേഷൻ ടെക്നിക്സും രോഗിക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമായ ഒരു കാര്യമാണ് ന്യൂട്രിഷൻ. അതായത് ഈ ക്രോണിക് ലങ് ഡിസീസ് ഉള്ള രോഗികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ മാംസപേശികൾക്ക് വീക്കം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രോട്ടീൻസ് അടങ്ങിയ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഭക്ഷണം ലഭിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഇതിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായം തേടുന്നു. അതുപോലെ തന്നെ ഇത്തരം അസുഖങ്ങളുള്ള രോഗികൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക ഉത്തേജനം, കൗൺസിലിംഗ് നൽകാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായവും തേടുന്നു. ഇതുപോലെ തന്നെ COPD തുടങ്ങിയ രോഗങ്ങളുള്ള രോഗികൾക്ക് നിരന്തരം അണുബാധകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇൻഫെക്ഷൻസ്, അതായത് ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രധാനമായി വാക്സിനേഷനും ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതിൽ പ്രധാനമായി ഇൻഫ്ലുവൻസ വാക്സിൻ, അതുപോലെ തന്നെ ന്യൂമോണിയയുടെ ന്യൂമോകോക്കൽ വാക്സിൻ തുടങ്ങിയ വാക്സിനേഷനും ഈ പൾമണറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ വരുന്നുണ്ട്.
അതുപോലെ തന്നെ പ്രധാനമായ കാര്യമാണ് രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ നൽകുക. അതായത് രോഗിയുടെ രോഗാവസ്ഥ എന്താണ്, അതിൻ്റെ സീവിയറിറ്റി, അതിന് പ്രധാനമായി കൊടുക്കുന്ന ഇൻഹേലർ മരുന്നുകൾ, അതുപോലെ തന്നെ ഓക്സിജൻ ആവശ്യം വരുന്ന രോഗികളാണെങ്കിൽ അവർക്ക് ഓക്സിജൻ തെറാപ്പിയുടെ ആവശ്യം, ഇതിനെല്ലാം കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ രോഗിക്ക് കൊടുക്കുക. ഇതും ഈ ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം വഴി രോഗിയുടെ മസിൽ സ്ട്രെങ്തനിങ് സംഭവിക്കുന്നു. അവരുടെ മാംസപേശികൾക്ക് സ്ട്രെങ്തനിങ് വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ ലങ് ഫങ്ഷൻ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നു. അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഓവറോൾ ലൈഫ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നു. അതുപോലെ തന്നെ ഈ എക്സസൈസ് പ്രോഗ്രാംസ് മൂലം ഇവരുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ്, അതായത് എൻഡോർഫിൻസ് ഉണ്ടാവുകയും ഇവരുടെ ഒരു മാനസിക ഉത്തേജനം ഇവർക്ക് ഉണ്ടാവുകയും അത് വഴി ഇവരുടെ ഓവറോൾ ആയിട്ട് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ പൊതുവെയുള്ള നമ്മുടെ ഒരു ധാരണയാണ് ഒരു ക്രോണിക് ലങ് ഡിസീസ്, അത് ദീർഘകാലമായി ശ്വാസമുട്ടുള്ള രോഗികൾ എവിടെയും പുറത്ത് പോകരുത്, വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കണം, അവർ പുറത്തൊന്നും യാത്ര ചെയ്യരുത്, ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യരുത്, അങ്ങനെ ഒരു ധാരണയിലാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഇത് മാറിയിട്ട് നമുക്ക് ഇവരെ കൂടുതൽ എക്സസൈസുകളിലും ഇമോഷണൽ ആൻഡ് ഒരു മെൻ്റൽ ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുകയും അതുവഴി ഇവരുടെ ലൈഫ് ഇംപ്രൂവ് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആണ് ഈ പൾമണറി റീഹാബിലിറ്റേഷൻ വീക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.